ഹലോ ആസ്പിരൻസ്, വെൽക്കം ടു ഇഷം അക്കാഡമി. തേർഡ് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. അത് പകുതിയിൽ ഇൻട്രപ്റ്റായിട്ട് റെക്കോർഡായിട്ടുണ്ടായിരുന്നു. സോ ബാക്കി പോർഷൻസ് നോക്കാം. പ്രോസസ്സിംഗ് ഫൈബേഴ്സ് ഇൻ ടു വൂൾ. The wool which is used for knitting sweaters or for weaving shawls is the finished product of a long process. ഇപ്പോൾ നമ്മൾ സ്വെറ്റേഴ്സ് വീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് ഫോർ ലോങ് പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി വൂളാണ്, ഇത് സ്വെറ്റേഴ്സ് ആൻഡ് ഷോൾസ് ആണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. സ്റ്റെപ്പ് 1 എന്താണെന്ന് നോക്കാം. പ്രോസസ്സിങ്ങിന് കുറേ സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ. സ്റ്റെപ്പ് 1, 2, 3, 4, 5, 6 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ സിമ്പിളായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ പ്രോസസ്സിംഗ് ഓഫ് ഫൈബർ ഇൻ ടു വൂൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഫോളോസ്. നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ജസ്റ്റ് നമുക്ക് ഈ ഫ്ലോ ഡയഗ്രാം നോക്കാം. ഷെയറിംഗ്, സ്കൗറിംഗ്, സോർട്ടിംഗ്, ക്ലീനിങ് ഓഫ് ബേർഡ്സ്, ഡൈയിങ് ആൻഡ് റോളിംഗ്. ഷെയറിംഗ് എന്ന് പറയുന്നത് ഷെയറിംഗ് എ ഷീപ്പ്, ഫിഗർ 3.8 എയിലുള്ളത്. ആ ഷീപ്പിൽ നിന്നും വൂൾസ് അല്ലെങ്കിൽ ഹെയർ ഷെയർ ചെയ്തെടുക്കുക. നെക്സ്റ്റ് സ്കൗറിംഗ് ഇൻ ടാങ്ക്സ്. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് 1 നമുക്ക് ഡീറ്റെയിൽ നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ദ ഫ്ലീസ് ഓഫ് ദ ഷീപ്പ് അലോങ് വിത്ത് എ തിൻ ലെയർ ഓഫ് സ്കിൻ ഈസ് റിമൂവ്ഡ് ഫ്രം ഇറ്റ്സ് ബോഡി. അതാണ് നമ്മൾ ആ ഫിഗറിൽ നോക്കിയത്. ആ തിൻ ലെയർ ഓഫ് ദ സ്കിൻ അടക്കം അതെടുക്കുന്നുണ്ട്. ഫ്ലീസ് മീൻസ് ഹെയർ. ആ പ്രോസസ്സിനാണ് ഷെയറിംഗ് എന്ന് പറയുന്നത്. മെഷീൻസ് സിമിലർ ടു ദോസ് യൂസ്ഡ് ബൈ ബാർബേഴ്സ് ആർ യൂസ്ഡ് ടു ഷേവ് ഹെയർ. നമ്മൾ ബാർബേഴ്സ് യൂസ് ചെയ്യുന്നില്ലേ നമ്മുടെ ഹെയർസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സംഭവം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇനാബിൾസ് ഷീപ്പ് ടു സർവൈവ് വിത്തൗട്ട് ദെയർ പ്രൊട്ടക്റ്റീവ് കോട്ട് ഓഫ് ഹെയർ. ഇപ്പോൾ യൂഷ്വലി ഹെയർ ആർ റിമൂവ് ഡ്യൂറിങ് ദ ഹോട്ട് വെതർ. ഇപ്പോൾ ഹോട്ട് വെതറിലാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ബിക്കോസ് ആ പ്രൊട്ടക്റ്റീവ് കോട്ട് ഓഫ് ഹെയർ അവരുടെ ആ ലെയർ ഓഫ് ഹെയർ ഇല്ലാണ്ട് തന്നെ അവർക്ക് സർവൈവ് ചെയ്യുന്നത് ആ വെതറിലായിരിക്കും. അതുകൊണ്ടാണ് ആ ടൈം എടുക്കുന്നത്. ദ ഹെയർ പ്രൊവൈഡ് വൂളൻ ഫൈബേഴ്സ്. വൂളൻ ഫൈബേഴ്സ് ആർ ദെൻ പ്രോസസ്ഡ് ടു ഒബ്റ്റെയിൻ വൂളൻ യാൺ, ഫൈബർ ടു യാൺ, ആസ് വി ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഷെയറിംഗ് ഡസ് നോട്ട് ഹേർട്ട് ദ ഷീപ്പ്. അത് ഷീപ്പിനെ ഹേർട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ആസ് ഇറ്റ് ഡസ് നോട്ട് വെൻ യു ഗെറ്റ് ഹെയർ കട്ട് ഓർ യുവർ ഫാദർ ഷേവ്സ് ബേർഡ്. ജസ്റ്റ് എ റാൻഡം തിങ്സ് ആണത്. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് 2. ദ ഷിയർഡ് സ്കിൻ വിത്ത് ഹെയർ ഈസ് തറോലി വാഷ്ഡ് ഇൻ ടാങ്ക്സ് ടു റിമൂവ് ഗ്രീസ്, ഡസ്റ്റ് ആൻഡ് ഡേർട്ട്. അപ്പോൾ അത് ടാങ്കിലിട്ട് വാഷ് ചെയ്യും. അതിനാണ് സ്കൗറിങ് എന്ന് പറയുന്നത്. ആ ഡസ്റ്റും ഗ്രീസും ഡേർട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മെഷീൻസും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് 3ൽ സ്കൗറിങ്ങിന് ശേഷം സോർട്ടിംഗ് ആണ് നടക്കുന്നത്. അതായത് ഹെയറി സ്കിൻ ഫാക്ടറിയിലോട്ട് സെൻഡ് ചെയ്യും. അവിടെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്ചേഴ്സ്, ഹെയർ ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സിന് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓരോ ടെക്സ്ചറും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ സോർട്ടിംഗ് പ്രോസസ്സിലാണ്. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് 4. സ്മോൾ ഫ്ലഫി ഫൈബേഴ്സ് ആർ കോൾഡ് ബേർഡ്സ് and picked out from the hair. These are the same birds which sometimes appear on your sweaters. അതായത് ഹെയറിൽ നിന്നും ഒരു സ്മോൾ ഫ്ലഫി ആയിട്ടുള്ളൊരു ഫൈബർ എടുക്കുന്നുണ്ട്. അതിന് ബർഡ്സ് എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് ഈ സ്വെറ്റേഴ്സിലൊക്കെ കാണുന്നത്. ദ ഫൈബേഴ്സ് ആർ സ്കൗഡ് അഗെയിൻ ആൻഡ് ഡ്രൈഡ്. അത് പിന്നെയും ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്യും. ദിസ് ഈസ് ദ വൂൾ റെഡി ടു ബി ഡ്രോൺ ഇൻ ടു ഫൈബേഴ്സ്. അപ്പോഴാണ് നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് കിട്ടുന്നത്. സ്റ്റെപ്പ് 4ൽ ദ ഫൈബേഴ്സ് ക്യാൻ ബി ഡൈഡ് ഇൻ വേരിയസ് കളേഴ്സ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സിൽ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഡൈയിങ് പ്രോസസ്സിലാണ്. ആസ് ദ നാച്ചുറൽ ഫ്ലീസ് ഓഫ് ഷീപ്പ് ആൻഡ് ഗോട്ട്സ് ഈസ് ബ്ലാക്ക്, ബ്രൗൺ ഓർ വൈറ്റ്. ദ ഫൈബേഴ്സ് ആർ സ്ട്രെയിറ്റൻഡ്, കോംബ്ഡ് ആൻഡ് റോൾഡ് ഇൻ ടു യാൺ. നമുക്ക് 3.8Dയിൽ കാണാൻ പറ്റുന്നത്. And the longer fibers are made into wool for sweaters and the shorter fibers are spun and woven into woolen cloth. Next is ഒരു ഫാക്ട് കൊടുത്തിരിക്കുകയാണ്, occupational hazard. Wool industry is an important means of livelihood for many people in our country, but sorters' job is risky and sometimes they get infected by bacterium anthrax.
സോ സോർട്ട് ചെയ്യുന്നവരുടെ ജോബ് കുറച്ച് റിസ്കി ആയിരിക്കും, ബിക്കോസ് നമുക്ക് സോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ടീരിയ, ഡസ്റ്റ്, ഗ്രീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് maybe it contains bacteria too, which leads to anthrax, which causes a fatal blood disease called Sorter's disease. അതിനെയാണ് Sorter's disease എന്ന് പറയുന്നത്. Such risks faced by workers in any industries are called occupational hazards. Next is silk. Silk fibers are also animal fibers. Silkworms spin the silk fibers. The rearing of silkworms for obtaining silk is called sericulture. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് ഓർക്കണം, സെറികൾച്ചർ. സിൽക്ക്വർംസ് എന്ന് റെയർ ചെയ്യുന്ന പ്രോസസ്സിനാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. ലൈഫ് ഹിസ്റ്ററി ഓഫ് സിൽക്ക് മോത്ത്. ഇത് മെയിൽ, യു ക്യാൻ സീ ദാറ്റ് ഫ്രം ദ ഇമേജ്. അഡൾട്ട് സിൽക്ക് മോത്ത് എന്ന് പറയുന്നത് മെയിൽ, ഫീമെയിൽ, എഗ്സ് ഓൺ മൾബറി ലീവ്സ് ആൻഡ് സിൽക്ക്വർം, ആൻഡ് ഇറ്റ് ഫോംസ് cocoon with the developing moth. This is the life history of moth. The female silk moth lays eggs, we know that, from which hatch larvae which are called caterpillars or silkworms. They grow in size when the caterpillar is ready to enter the next stage of its life history called pupa. It first waves a net to hold itself. Then it swings its head from side to side in the form of figure 8. During these movements of the head, the caterpillar secretes fiber made of protein, which hardens on exposure to air and becomes silk fiber. ആ പ്രോട്ടീൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൽ നിന്നും എക്സ്പോസ് ചെയ്യുന്നുള്ള ഹാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് സിൽക്ക് ഫൈബർ ആകാൻ വേണ്ടിയിട്ട്, ബിക്കം സിൽക്ക് ഫൈബർ. What is figure 0.8? Okay. Next, soon the caterpillar completely covers itself by the silk fibers and turns into a pupa. അതായത് സ്വയം കവർ ചെയ്തിരിക്കും. ആ കവറിങ്ങിനെയാണ് കൊക്കൂൺ എന്ന് പറയുന്നത്. The further development of the pupa into moth continues inside the cocoon. അപ്പോൾ പിന്നീടുള്ള അതിൻ്റെ ഗ്രോത്ത് ആ കൊക്കൂണിനകത്ത് തന്നെയായിരിക്കും. സിൽക്ക് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഫോർ വീവിങ് സിൽക്ക് ക്ലോത്ത്. നമ്മൾ സിൽക്ക് സാരീസിലൊക്കെ നമുക്ക് കാണുന്നതാണ്. അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, the silk yarn or thread is obtained from the cocoon of the silk moth. There is a variety of silk moths which look very different from one another. And the silk yarn they yield is different in texture, that is coarse, smooth, shiny, etc. Thus, Tassar silk, Muga silk, Kosa silk, etc. are obtained from the cocoon spun by different types of moths. The most common silk moth is the mulberry silk moth. അപ്പോൾ ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സും ഡിഫറെൻറ്റ് മോത്ത്സിൽ നിന്നാണ് കിട്ടുന്നത്. The silk fiber from the cocoon of this moth is soft. മൾബറി സിൽക്ക് മോത്തിൽ നിന്നും കിട്ടുന്ന സിൽക്ക് എന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ലെക്സ്ട്രസ് ആയിരിക്കും, ആൻഡ് ഇലാസ്റ്റിക്, ക്യാൻ ബി ഡൈഡ് ഇൻ ബ്യൂട്ടിഫുൾ കളേഴ്സ്. Sericulture or culture of silkworms is a very old occupation in India. India produces plenty of silk on a commercial scale. Next is activities. In India, women are significantly involved in various kinds of industries related to silk production. These are rearing of silkworms, reeling of silk from cocoons, and processing of raw silk into fabrics. By their enterprise, they contribute to the nation's economy. China leads the world in silk production. അതായത് ഞാൻ കേട്ടിട്ടുണ്ട്, ചൈനയുടെ സിൽക്ക് നമുക്ക് റിങ് സൈസിലടക്കം അത്രയ്ക്കും തിൻ ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഫിംഗർ റിങ് സൈസിനടക്കം നമുക്കത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. ഇന്ത്യ ഓൾസോ റാങ്ക്സ് എമംഗ് ദ ലീഡിംഗ് സിൽക്ക് പ്രൊഡ്യൂസിംഗ് കൺട്രീസ്. Next is from cocoon to silk. Let me see how much. Yes. For obtaining silk, moths are reared and their cocoons are collected to get silk threads. അപ്പോൾ റിയറിങ് സിൽക്ക് വർംസ് എന്തൊക്കെ നോക്കാം.
ABC alphabetic order പോവാം. Female silkworm moth with eggs, that is figure A. B is larva or caterpillar or silkworm feeding on mulberry leaves. This is mulberry tree and this is the leaf of mulberry, and after it forms cocoons, that is it covers itself. Rearing silkworm, say female silk moth lays hundreds of eggs at a time. The eggs are stored carefully on strips of cloth or paper and sold to silkworm farmers. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ ബേസിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ദ ഫാർമേഴ്സ് കീപ് എഗ്സ് അണ്ടർ ഹൈജീനിക് കണ്ടീഷൻസ് ആൻഡ് അണ്ടർ suitable conditions of temperature and humidity. The eggs are warmed to a suitable temperature for the larvae to hatch from the eggs. This is done when mulberry trees, that is, we can show below, we can see that below. This is done when mulberry trees bear a fresh crop of leaves. The larvae, called caterpillars or silkworms, eat day and night and increase enormously in size. Okay. And discovery of silk എന്നാണ് നോക്കാം. The exact time of discovery of silk is perhaps unknown. According to an old Chinese legend, the Empress Xi Lengqi was asked by Emperor Huang Ti to find the cause of the damaged leaves of mulberry trees growing in their garden. The Empress found white worms eating up mulberry leaves. She also noticed that they were spinning shiny cocoons around them. Accidentally, a cocoon dropped into her cup of tea and tangled of delicate threads separated from the cocoon. The silk industry began in China and was kept a closely guarded secret for hundreds of years. Later on, traders and travelers introduced silk to other countries. The route they traveled is still called Silk Routes. സോ ഈ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് ചൈനീസ് ലെജൻഡ്, ദറ്റ് ഈസ് ദ എംപ്രസ് സി ലങ്ചി വാസ് ആസ്ക്ഡ് ബൈ ദ എംപറർ ഹുവാങ്തി. അതായത് ഹുവാങ്തി അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ മൾബറി ട്രീസിൻ്റെ ലീവ്സ് എന്തുകൊണ്ടാണ് ഡാമേജ് ആയി പോകുന്നത്, അവരുടെ ഗാർഡനിലുള്ള മൾബറി ട്രീസ്. അപ്പോൾ ആ എംപ്രസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് വേംസായി മൾബറി ലീവ്സിന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഷി ഓൾസോ നോട്ടീസ് ദാറ്റ് അവരൊരു ഷൈനി കൊക്കൂൺസ് സ്പിൻ ചെയ്തിട്ടുണ്ട് അറൗണ്ട് ദം. ആക്സിഡൻ്റലി ഒരു കൊക്കൂൺ വന്നിട്ട് അവരുടെ കപ്പ് ഓഫ് ടീയിൽ വീണിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡെലിക്കേറ്റ് ത്രെഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി ആ കൊക്കൂണിൽ നിന്നും. അങ്ങനെയാണ് ഈ സിൽക്ക് ഇൻഡസ്ട്രി ബിഗൺ ചെയ്തതും. കുറച്ച് കാലത്തേക്ക് അത് സീക്രട്ട് ആയിട്ടുണ്ടായിരുന്നു. ലേറ്ററാണ് ഈ ട്രേഡേഴ്സും ട്രാവലേഴ്സും അതർ കൺട്രീസിൽ ഈ സിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രാവൽ ചെയ്ത റൂട്ടിനെ അവർ സിൽക്ക് റൂട്ട് എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. The larvae are kept in a clean bamboo trays along with freshly chopped mulberry leaves. After 25 to 30 days, the caterpillars stop eating and move to a tiny chamber of bamboo in the tray to spin cocoons. Again, small racks or twigs may be provided in the trays to which cocoons get attached. The caterpillar or silkworm spins the cocoon inside, which develops a silk moth. Same process ആണ് നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം പ്രോസസ്സാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സിൽക്ക് വേമിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. വൺ സെക്കൻഡ്. അപ്പോൾ ആ ഫൈബർ ടു ഫാബ്രിക്സ് ആ ലെസൺ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. എന്നിട്ട് പ്രോസസ്സിങ് സിൽക്ക്. A pile of cocoons is used for obtaining silk fibers. The cocoons are kept under the sun or boiled or exposed to steam. അപ്പോൾ കൊക്കൂൺസിനെ സണ്ണിൽ, അതായത് സൂര്യപ്രകാശത്തിൽ വയ്ക്കും, അല്ലെങ്കിൽ ബോയിൽ ചെയ്യും, ഓർ എക്സ്പോസ്ഡ് ആവിയിലും വെക്കാറുണ്ട്. സിൽക്ക് ഫൈബേഴ്സ് അങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യും. The process of taking out the threads from the cocoon for use as silk is called reeling the silk. Reeling is done in special machines which unwind the threads of fibers of silk from the cocoon. Silk fibers are then spun into silk threads which are woven to silk cloth by weavers. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്റർ ഹീറ്റ് ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. Until then, bye bye.